തുടരുക. താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരണമെന്ന് തന്നെ അഭ്യർത്ഥിക്കുകയാണ്. ഈ റോഡിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിയാണ് റിബിൻ തിരുവല്ലയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുള്ളത്. റിബിൻ, ഈ ഒരു വിഷയം പറഞ്ഞ മുല്ലപ്പെരിയാറിന്റെ വിഷയം പറഞ്ഞ വളരെ മോശമായ അനുഭവങ്ങൾ ഈ റോഡിൽ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായി എന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. എന്ത് അനുഭവമാണ് റിബിനെ ഈ ചർച്ചയിൽ ഞങ്ങളോട് പങ്കുവയ്ക്കാൻ കഴിയുക? അത് തീർച്ചയായിട്ടും ഇവിടുത്തെ പല 10-13 കോളേജിലായിട്ട് ക്രൂരമായ പീഡനങ്ങളാണ് ഹോസ്റ്റലിലും വെളിയിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരു നേരത്തെ ആഹാരം പോലും വെളിയിലത്തെ ഹോട്ടലിൽ നിന്ന് ഭക്ഷിക്കാൻ പോലും ഒക്കുന്നില്ല. എന്ത് കാരണം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അവിടെ അസൗകര്യം നേരിടുന്നത്, അല്ലെങ്കിൽ ഈ ഭക്ഷണം ഭക്ഷിക്കാൻ ഒക്കുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എന്ത് കാരണം പറയുന്നു? കാരണം ഇന്ന് തന്നെ ബഹുമാനപ്പെട്ട കെ എം മാണി സാറ് ഇന്ന് എന്തോ ഒരു വാർത്താ ചാനലിൽ കൊടുത്ത് എന്തോ ഒരു വാർത്ത കൊടുത്തു, ഞങ്ങൾക്ക് അനുമതി ഇല്ലാതെയും താൻ പറയാമെന്നൊരു അനുമതി കൊടുത്തു പറഞ്ഞു. തുടരണം. ശ്രീ ടി എൻ പ്രതാപൻ, ഇതാണ് സാഹചര്യം. സാവകാശം എല്ലാം വേണം. സ്വാഭാവികമായും സാവകാശം എടുത്ത് മാത്രമേ ഒരു വിഷയത്തിന് പരിഹാരം കാണാൻ കഴിയും. തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷെ താങ്കൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, തമിഴ്നാട് മുഖ്യമന്ത്രി ഇത്തരത്തിൽ കേരളം വെറുതെ ഉണ്ടാക്കുന്ന ആശങ്കയാണ് എന്നുള്ള രീതിയിൽ ഒരു പരസ്യ പ്രചാരണം തന്നെ ഈ രീതിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതാണ്. ഞങ്ങൾക്ക് തന്നെ കൈരളി പീപ്പിൾ ടിവിക്ക് തന്നെ എതിരായിക്കൊണ്ട് SMS സന്ദേശങ്ങൾ പ്രചരിക്കുന്നു. ഞങ്ങൾ തമിഴ്നാട് ജനതയെ മോശമായ രീതിയിൽ പരാമർശിച്ചു, അവതരിപ്പിച്ചു എന്ന രീതിയിൽ. അത്തരത്തിലൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ തറപ്പിച്ചു തന്നെ പറയാൻ കഴിയും. എന്നിട്ടും ആ രീതിയിൽ ഈ ഒരു ചർച്ചകൾക്കോ ഈ ഒരു കേരളത്തിന്റെ ആവശ്യങ്ങൾക്കോ ഒരു തിരിച്ചടി നേരിടുന്ന രീതിയിൽ ഒരു ദുഷ്പ്രചരണങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകുന്നു. ഇപ്പോൾ ശ്രീ കെ എം മാണി ജയലളിതയുടെ അനുമതി ആവശ്യമില്ല ഡാം പറയാൻ എന്ന് പറഞ്ഞതിന്റെ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു വിദ്യാർത്ഥി പറയുന്നത് അവർക്ക് അവിടെ ഭക്ഷണം പോലും നിഷേധിക്കപ്പെടുന്നുവെന്ന്. എങ്ങനെയാണ് ഈ സാഹചര്യത്തെ കാണേണ്ടത്? നമ്മൾ എടുക്കേണ്ട ചില സംയമനമുണ്ട്. ആ സംയമനം നമ്മളും എടുക്കണം, തമിഴ്നാടും എടുക്കണം. ഈ കാര്യത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള ജനപ്രതികൾ കാണിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. കൈരളി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കാണിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. സാമൂഹ്യ പ്രവർത്തകർ കാണിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ വളരെ വികാരപരമായി വൈകാരികമായി ഇതിനെ കൂടുതൽ ഇത് മോശമായ സ്റ്റേജിൽ കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട്ടിലെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ ഒരു ആർട്ടിക്കിള് നെറ്റിലൂടെ വായിക്കുകയായി. ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് 500ഓളം തമിഴ് സ്ത്രീകളെ, തോട്ടം തൊഴിലാളികളായ 500ഓളം തമിഴ് സ്ത്രീകളെ കേരളത്തിൽ പീഡിപ്പിക്കുന്നു. അവർ ചിലർ ലൈംഗികമായി പീഡിപ്പിച്ചു, അവർ വസ്ത്രാക്ഷേപം ചെയ്തു. ഇതൊക്കെയാണ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ തമിഴ് എഡിഷനിൽ ശേരി ലേഖനം നൽകിയിരിക്കുന്ന വാർത്ത. മാത്രമല്ല ഇടുക്കി കലക്ടറെയും ശേരി കലക്ടറെയും ആ ലേഖനം കൂട്ടിയിരിക്കുകയാണ്. അപ്പൊ അതിന് വളരെ അടിസ്ഥാനരഹിതമായ അമ്പരിപ്പിക്കുന്ന പ്രകോപനമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ പല ഭാഗത്തും ആവർത്തിച്ചുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ വളരെ സംയമനത്തോട് കൂടിയ സമീപനം. ശ്രീ സാജിപ്പോൾ ഈ ചർച്ച താങ്കൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി പ്രതികരിച്ചിരിക്കുന്നു ഈ റോഡിൽ നിന്ന് അവർക്ക് ഭക്ഷണം പോലും ലഭ്യമാകുന്നില്ല, ഡാം പണിയാൻ ജയലളിതയുടെ ആവശ്യമില്ല എന്ന കേരളത്തിലെ ശ്രീ കെ മാണിയുടെ മന്ത്രിയുടെ പരാമർശത്തിൽ ആ പരാമർശം മുൻനിർത്തിയാണ് അവർക്ക് അവിടെ ഭക്ഷണം നിഷേധിക്കപ്പെട്ടതെന്ന് പറയുമ്പോൾ എങ്ങനെ കാണുന്നു താങ്കൾ ഈ സാഹചര്യത്തെ? ഒരു ഭാഗത്ത് ഇപ്പോ പറഞ്ഞു കേട്ടതിന്റെ 10 മടങ്ങ് ആശങ്കയും പ്രശ്നങ്ങളുമാണ് ഈ പ്രദേശത്തുള്ളത്. ഇവിടെ ശ്രീ ടി എൻ പ്രതാപൻ പറഞ്ഞതുപോലെ ആളുകളെ മാറ്റി പാർപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും കഴിയുന്ന സ്ഥിതിയല്ല. കേന്ദ്ര ഗവൺമെന്റിനല്ല, ലോകത്താകെയുള്ള ദുരന്ത നിവാരണ സംവിധാനങ്ങൾ ആകെ വന്നാൽ പോലും അതിജീവിക്കാൻ കഴിയാത്ത ഗുരുതരമായ പ്രശ്നങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാവുക. അത് ഈ നാട്ടുകാർക്ക് നല്ല ബോധ്യമുണ്ട്. ഇവിടുത്തെ പ്രായചെന്ന ആളുകളെ വീടുകളിൽ നിന്നൊക്കെ ദൂരദേശങ്ങളിൽ കൊണ്ടുപോയി താമസിപ്പിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ വന്നപ്പോൾ ആളുകൾ പറയുകയുണ്ടായി. പിന്നെ തമിഴ്നാട്ടിൽ ഇന്ന് ഉണ്ടാകുന്ന ദുഃഖകരമായ കാര്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് പരിഹരിച്ചെടുക്കത്തക്ക വിധത്തിൽ രാഷ്ട്രീയമായ ഗൗരവമാർന്ന ഇടപെടലുകൾ ഉണ്ടായേ തീരും. റിബിനിലേക്ക് പോകേണ്ടതുണ്ട്. റിബിൻ, എന്താണ് അവിടുത്തെ സ്ഥിതി ഇപ്പോൾ? പോരാഞ്ഞിട്ട് ഏതെങ്കിലും തരത്തിൽ പീഡനാത്മകമായ സമീപനം തമിഴ്നാട്ടിൽ നിന്നുണ്ടാകുന്നുണ്ടോ? അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ നമുക്ക് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ വെളിയിൽ നടക്കുമ്പോൾ നമുക്ക് മലയാളം സംസാരിക്കണമെന്നാണ് ഇവിടുത്തെ പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പിന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഹോസ്റ്റലിൽ കയറി ഇന്നലെ ഒരു ടവറിൽ കയറി 13 മലയാളി വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ കയറി ഒരു സംഘം തമിഴ് ആൾക്കാർ ചെന്ന് ക്രൂരമായി മർദ്ദിച്ചു. എന്നിട്ട് അവർ പറഞ്ഞ ഉടനെ നീ മന്ത്രിയെ വിളിക്കടാ എന്നാണ് പറഞ്ഞത്. വ്യക്തമാണ് ശ്രീ റിബിൻ, എന്തായാലും വ്യക്തമാണ്. ശ്രീ ടി എൻ പ്രതാപൻ, ഇവിടെയാണ് മലയാളം സംസാരിക്കരുത് എന്ന് പോലും അവിടുത്തെ മലയാളി കുട്ടികൾക്ക്, ഇവിടുന്ന് പോയി പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു നിർദ്ദേശം ലഭിച്ചിരിക്കുന്നു. അത്രമേലൊരു ഗുരുതരമായ സ്ഥിതിവിശേഷം അവിടെ നിന്ന് പങ്കുവെക്കുമ്പോൾ എങ്ങനെ നോക്കിക്കാണാനാകും ഈ സാഹചര്യങ്ങളെയൊക്കെ? സ്വാഭാവികമായും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ചർച്ചകൾ
മുന്നിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് കുറച്ചുകൂടി വേഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകേണ്ടതല്ലേ? നമ്മളത് ഈ പപ്പടത്തുന്ന രാജാവത്തോടുകൂടി തുമ്പെടുക്കാവുന്ന ഈ കാര്യം എന്നുള്ളത് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. കേരളത്തിൽ തന്നെ ആവശ്യമില്ലാതെ നമ്മുടെ ആളുകൾ, അത് ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരും BJP പ്രവർത്തകന്മാരും ഉൾപ്പെടെ യുവമോർച്ച പ്രവർത്തകന്മാർ ഉൾപ്പെടെ ആളുകൾ തന്നെ എത്രയോ പ്രകോപനപരമായ ചില സമീപനങ്ങളുണ്ടായി. ഇതുപോലെ ഇവരിത് ചെയ്യുന്നത് പോലെ തന്നെ അവിടെ ഒരു അതിർത്തി നടക്കുന്ന കാര്യമാണ്. ഇവിടെ നടക്കുന്ന കാര്യം തമിഴ്നാട്ടിൽ അതേ സെക്കൻഡിൽ അറിയാണ്. അവിടെ നടക്കുന്ന കാര്യം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മോഹാമോഹങ്ങൾ അടിച്ചുവിടുന്നു. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചപ്പോൾ 500 തോട്ടം തൊഴിലാളികളായ സ്ത്രീകളെ കേരളത്തിൽ പീഡിപ്പിച്ചു. അത് വസ്ത്രാപഹരണം ചെയ്തു. അത് 5 സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കുമ്പോൾ എനിക്ക് റിപ്പോർട്ട് മദ്രാസ് മാത്രമാണ്. ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകോപനങ്ങൾ ആവർത്തിച്ച് ദയവ്